ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഏട്ടൻ ലീവാണ്. അപ്പോൾ ഞങ്ങൾ മാനികാവ് ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനും ഏട്ടനും നീതുവിൻ്റെ ഏട്ടനും മോനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മാനികാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് അവിടെ പോകണം, കാണണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നാണ് കേട്ടോ പോകാൻ പറ്റിയത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇന്നെങ്കിലും പോകാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ടേ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, നമുക്കതങ്ങോട്ട് സാധിക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിലേക്കൊക്കെ പോകാൻ അധികം ദൂരമൊന്നുമില്ല. പക്ഷേ എന്തോ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റാറേ ഇല്ല കേട്ടോ. ഇനി ഞങ്ങൾ പോകാമെന്നൊക്കെ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്തായാലും ഞങ്ങളിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും ചേട്ടായും കൂടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ഇതാണ് കേട്ടോ. വണ്ടിയൊക്കെ നിർത്തിയിടാനായിട്ട് പോയി. ഇവിടെ നിന്ന് നടക്കണം എന്നാണ് പറയുന്നത് താഴേക്ക്. അപ്പോൾ വണ്ടി നമ്മൾ അമ്പലം വരെ പോകും കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് നടന്നു പോകാം, വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി നടന്നു പോവുകയാണ്. ഏട്ടനും ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ എന്താ പറയുക, ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതേപോലെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് അമ്പലത്തിൽ വരാൻ സാധിച്ചല്ലോ. ഞങ്ങൾ എന്തായാലും അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു, ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. തൊഴുത് കഴിഞ്ഞ് ഞങ്ങളിതേ അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് കാണുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ഇവിടെ ഒരു വട്ടെങ്കിലും വരണം എന്നാണ് ഞാൻ പറയുക. വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ പോയി ഇരുന്നു കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞ ചായയും അതൊക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ചായയും ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ ആ പരിസരത്ത് തന്നെ പോയിരുന്നു കേട്ടോ. നല്ല രസം അവിടെ കാണാൻ വേണ്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എന്നാൽ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി. നല്ല സാമ്പാറും ഉപ്പേരിയും പച്ചടിയും അച്ചാറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.